ആസാദിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹവന്ദനങ്ങൾ. ഒരു മരണവാർത്തയാണ്. ഇതിനോടകം നിങ്ങളൊക്കെ ഈ വാർത്ത കേട്ടിട്ടുണ്ടാവും. ബിഷപ്പ് കെ പി യോഹന്നാൻ അന്തരിച്ചു എന്ന വാർത്ത. സാധാരണയായി മെത്രാന്മാർ മരിക്കുമ്പോൾ കാലം ചെയ്തു എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അവരുടെ ചാനലിൽ എഴുതി കാണിക്കുന്നത് ബിഷപ്പ് കെ പി യോഹന്നാൻ അന്തരിച്ചു. ദുഃഖവാർത്തയാണ്. ഇന്നതാണ്ട് ഉച്ച മുതൽ തന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. മിക്കവാറും ഇന്ന് വൈകിട്ടത്തെ ഒരു പ്രധാന വാർത്ത കെ പി യോഹന്നാൻ്റെ വിടവാങ്ങൽ വാർത്തയായിരിക്കുമെന്ന്. ഒരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. എന്ത് പറയണം, സാധാരണയായി നമ്മുടെ ഒരു സംസ്കാരം ആളുകൾ മരിക്കുമ്പോൾ നല്ലത് മാത്രം പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല ചില വാക്കുകൾ പറഞ്ഞു തുടങ്ങാം. ശ്രീ കെ പി യോഹന്നാൻ, അല്ലെങ്കിൽ നമ്മുടെ പഴയ ബ്രദർ കെ പി യോഹന്നാൻ, രാവിലെ നമ്മളൊക്കെ കേട്ടു തുടങ്ങുന്ന ആ റേഡിയോ പ്രസംഗങ്ങൾ, ചാരായം കുടിക്കരുത്, അച്ചായ ഇനിയും കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വളരെ ജനകീയമാകുന്ന ഭാഷാശൈലിയിലൂടെ മലയാളികളുള്ളിടത്തൊക്കെ സുവിശേഷത്തിൻ്റെ ആ സന്ദേശമെത്തിച്ച ഒരു നല്ല ബ്രദർ കെ പി യോഹന്നാൻ്റെ ഒരു കാലം, അതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്. ഏഷ്യയുടെ സുവിശേഷീകരണത്തിൽ വളരെ പ്രധാന പങ്ക് വഹിച്ച വ്യക്തികളിൽ ഒരാളാണ് ശ്രീ കെ പി യോഹന്നാൻ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ പേര് ഫിന്നി യോഹന്നാൻ എന്നാണ്. പേരിൻ്റെ അറ്റത്ത് ഒരു യോഹന്നാൻ ഉള്ളതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുള്ളവർ പോലും പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ കെ പി യോഹന്നാൻ്റെ ആരായിട്ട് വരും? അപ്പോൾ അവരുടെ ചിന്ത ഞാൻ കെ പി യോഹന്നാൻ്റെ എന്തോ ഒരു ബന്ധുവാണെന്നാണ്. അതുമാത്രമാണ് ഈ പറഞ്ഞ കെ പി യോഹന്നാനുമായിട്ട് എനിക്കുള്ള ബന്ധം, പേരിൻ്റെ അറ്റത്ത് ഒരു യോഹന്നാൻ ഉള്ളതുകൊണ്ട്. എന്നാൽ ഒരു കാര്യം സത്യമാണ്, മലയാളി സുവിശേഷകന്മാരിൽ ലോകത്ത് ഏറ്റവും അധികം പ്രസിദ്ധമായി തീർന്ന പേരായിരുന്നു ഡോക്ടർ കെ പി യോഹന്നാൻ്റെ പേര്. ലോകം മുഴുവൻ അറിയുന്ന സുവിശേഷകരിൽ അറിയുന്ന മലയാളിയായ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് കെ പി യോഹന്നാനെ വിളിക്കാം. പിന്നീട് ചരിത്രത്തിൽ അദ്ദേഹം ഒരു വിവാദ പുരുഷനായി മാറുവാനിടയായി തീർന്നു. തൻ്റെ സ്വാധീനം, തൻ്റേതാകുന്ന കഴിവുകൾ, തൻ്റേതാകുന്ന റിസോഴ്സുകൾ ഒക്കെ സുവിശേഷ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് ഇനിയും ഒത്തിരി ഉപകരിക്കപ്പെടും എന്ന നിലയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ബ്രദർ കെ പി യോഹന്നാൻ ബിഷപ്പ് കെ പി യോഹന്നാനായിട്ട് മാറിയത്. അദ്ദേഹത്തിൻ്റേതായ കാരണങ്ങളുണ്ടാകാം. എന്നാൽ ഒരു വിവാദത്തിൽ നിന്ന് മറ്റൊരു വിവാദത്തിലേക്ക്, ആത്മിക രംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും ഒക്കെ അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ടുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ പണ്ട് ഒത്തിരി ആളുകളുടെ കെ പി ചായൻ അല്ലെങ്കിൽ ബ്രദർ കെ പി യോഹന്നാൻ, ഒത്തിരി ആളുകൾ മനസ്സുകൊണ്ട് സ്നേഹിച്ച അവരുടെയൊക്കെ സഹോദരനാകുന്ന കെ പി യോഹന്നാൻ ജനമനസ്സുകളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് തന്നെ പറയാം. അവിടെയൊക്കെ മെത്രാൻ്റെ ഒരു ബിംബം പ്രതിഷ്ഠിക്കുവാൻ അദ്ദേഹം വിജയിച്ചു. ആ ബിംബമാണ് ഇന്ന് കെ പി യോഹന്നാനെ മലയാളക്കര മുഴുവൻ അറിയുന്ന അദ്ദേഹത്തിൻ്റെ സ്വരൂപമെന്ന് പറയുന്നത്. അദ്ദേഹം വഴിതെറ്റിപ്പോയ ഒരു ബാലസിംഹമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാനമച്ചൻ പണ്ട് എഴുതിയ ഒരു ഖണ്ഡകാവ്യത്തിൻ്റെ പേരായിരുന്നു, എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, വഴിതെറ്റിപ്പോയ ബാലസിംഹങ്ങൾ. ആധുനിക കാലത്ത് മലയാളിക്കരയിൽ ഒരുപക്ഷെ ഒരു സിംഹഗർജനമായി മാറേണ്ടിയിരുന്ന കെ പി യോഹന്നാൻ അല്ല, ഒരു സിംഹഗർജനമായി സുവിശേഷനാഥം മുഴക്കിക്കൊണ്ടിരുന്ന കെ പി യോഹന്നാൻ ജീവിതത്തിൽ ഏതൊക്കെയോ വഴികളിൽ വഴിതെറ്റി ഇന്ന് നാം കാണുന്ന ബിഷപ്പ് കെ പി യോഹന്നാനായി മാറി. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും തിരഞ്ഞെടുപ്പും ഒക്കെയായിരുന്നു അതെങ്കിലും അദ്ദേഹത്തെ സ്നേഹിച്ച ഒത്തിരി ആളുകളുടെ മനസ്സിൽ അത് നൊമ്പരങ്ങൾ വീഴ്ത്തുവാനിടയായി തീർന്നു. അവസാനം ഈ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടം, അത് വളരെയധികം ദാരുണമാകുന്ന ഒരു മരണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. പറയാൻ വാക്കുകളില്ല.
എന്നിലും ശക്തർ, എന്നിലും ഭക്തർ വീണ് തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം, വീരപുമാൻകളിൽ വീണവരിൽ എന്ന് പണ്ട് പാട്ടുകാരൻ പാടിയതുപോലെ ആ പാട്ടിൻ്റെ വരികൾ ഓർക്കുക മാത്രം ചെയ്യുന്നു. ശൗല് ഗിൽബോവ പർവ്വതത്തിൽ പട്ടുപോയപ്പോൾ ദാവീദിനുണ്ടായതുപോലെ ഒരു ദുഃഖം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. ആസാദിയുടെ പ്രേക്ഷകർ അങ്ങനെ ഒരു ദുഃഖത്തോടു കൂടി തന്നെയാണ് ഈ വാർത്ത കേട്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എൻ്റെ മനസ്സ് എവിടെയോ പറഞ്ഞു, കെ പി ചായന് അപകടം പറ്റിയപ്പോൾ ഒരുപക്ഷെ മാനസാന്തരപ്പെടുവാൻ ദൈവം അല്പം സമയം അദ്ദേഹത്തിന് കൊടുക്കുമായിരിക്കും. അറിയില്ല എന്താണ് അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ താനും ദൈവവുമായി സംസാരിച്ചതെന്ന്. ഇത്രമാത്രം പറയാം, നാം നമ്മുടെ വഴികൾ സൂക്ഷിക്കുക, തെറ്റിപ്പോകാതെ സൂക്ഷിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.